ഹായ്, ഇത് തൊടുപുഴ കാഞ്ഞിരമറ്റം അമ്പലത്തിൽ ശിവരാത്രിയോടനുബന്ധിച്ച് നടന്ന ഉത്സവത്തിൻ്റെ കേട്ടോ. ഇവിടെ മുതലിയാർമഠത്തൊക്കെ ഉത്സവമായിരുന്നു. അപ്പോൾ ശിവരാത്രിക്ക് ഇവിടെ നല്ല നല്ല ചെണ്ടമേളവും കാവടിയും അങ്ങനെയൊക്കെ നല്ല ഇതുണ്ടായിരുന്നു. ശരിക്കും ഞാൻ വീഡിയോ എടുത്തു വെച്ചിട്ട് വീഡിയോ ഇടാൻ താമസിച്ചു പോയതാണ്. രാവിലെ ഞങ്ങൾ കാഞ്ഞിരമറ്റം ജംഗ്ഷനിൽ പോയി തൊടുപുഴ കൃഷ്ണൻ്റെ അമ്പലത്തിൻ്റെ അവിടെ നിന്നാണ് ഈ കാവടിയൊക്കെ വരുന്നത്. അപ്പം ഞങ്ങൾ രാവിലെ തൊടുപുഴ അമ്പലത്തിൽ കാഞ്ഞിരമറ്റം ജംഗ്ഷനിൽ പോയി തൊടുപുഴ കൃഷ്ണൻ കോവിലിൻ്റെ അവിടെ നിന്ന് വരുന്ന ഘോഷയാത്രയൊക്കെ കാണാനായിട്ട് ചെന്നു. കുഞ്ഞായുണ്ടല്ലോ, അവന് ഭയങ്കര ഇഷ്ടമാണ് ചെണ്ടമേളമൊക്കെ കാണുന്നത്. അവനും തന്നെയല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. കാരണം അമ്പലത്തിലൊക്കെ ഉത്സവമായി കഴിയുമ്പോഴത്തേനും നമുക്ക് ഭയങ്കര ഒരു ഉത്സവം പെരുന്നാളുകളൊക്കെ നമ്മുടെ ഒരു പ്രത്യേകതയാണല്ലോ, വർഷത്തിലൊരിക്കൽ വരുന്നത്. അപ്പം ഞങ്ങൾ രാവിലെ പോയി കാഞ്ഞിരമറ്റം ജംഗ്ഷനിൽ പോയി ഒരുപാട് ആളുണ്ടായിരുന്നു, ഒത്തിരി ആളുണ്ടായിരുന്നു. അപ്പോൾ കുറേ രൂപങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കാവടി ഉണ്ടായിരുന്നു, പിന്നെ ശൂലം കുത്തിയത് ഒരു കമ്പിയിൽ തന്നെ കുറേ പേര് 5-8 പേര് നിന്ന് ശൂലം കുത്തിയതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാനത് കണ്ടതായിരുന്നു. ഇപ്രാവശ്യം പിള്ളേരൊന്നും അന്നേരം വന്നില്ല. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ നേരത്തെ പോയി അവിടെ പോയി കാണാമല്ലോ നോക്കുന്നുണ്ട്. നോക്കി എന്ത് ഭംഗിയല്ലേ കാവടി ഇങ്ങനെ നിന്ന് അവരെത്ര നേരം നിന്ന് അങ്ങനെ കറങ്ങണതല്ലേ. നമുക്കൊക്കെ ചുമ്മാ ഞാൻ ഓർക്കിട്ടോ, നമുക്കൊക്കെ ചുമ്മാ ഇങ്ങനെ നിന്ന് കറങ്ങുമ്പോഴത്തേനും തല കറങ്ങിയല്ലേ. അപ്പോൾ ഇത്രയും ഭാരമൊക്കെ വെച്ചിട്ട് അവർ ഇങ്ങനെ കറങ്ങുന്ന കാണുമ്പോഴത്തേനും അതൊക്കെ ഒരു രസമല്ലേ അല്ലേ കാണാൻ. ഞാൻ ഉത്സവമൊക്കെ കാണാൻ പോകുമ്പോഴത്തേനും ഓടി കുഞ്ഞയ്യും പൊന്നുണ്ണി ഞാനും കൂടി നേരെ അവിടെ പോയി ഫ്രണ്ടിലൊക്കെ പോയി പൊന്നുണ്ണിയെ ഇതൊക്കെ കാണിക്കാനായിട്ട് നിൽക്കും. അവൻ ഈ രൂപങ്ങളൊക്കെ എഴുന്നള്ളിച്ച് വരുന്നതും കാവടിയൊക്കെ കാണുമ്പോഴത്തേനും ഭയങ്കര അതിശയമല്ലേ. 2 വയസ്സല്ലേ ആയിട്ടുള്ളൂ. ഇതെന്താണെന്നുള്ള ആകാംക്ഷയോടുകൂടിയുള്ള നോട്ടോ അത് ആസ്വദിച്ച് നിൽക്കുന്നതൊക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ പൊന്നുണ്ണിയും കൊണ്ട് അവിടെ ഏറ്റവും ഫ്രണ്ടിൽ പോയി സ്ഥാനം പിടിച്ചു. ഒത്തിരി ആളുണ്ടായിരുന്നു. ശരിക്കും ഈ ശൂലമൊക്കെ തറച്ച് ഒരു കമ്പിയിൽ തന്നെ കുറേ പേര് ഇങ്ങനെ ശൂലമൊക്കെ തറച്ച് പോകുന്ന കാണുമ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ഭക്തിയാണ്. എത്ര ദിവസത്തെ നോയമ്പെടുത്തിട്ട് അവരിങ്ങനെ പോകുന്നതൊക്കെ അതൊക്കെ ഒരു ഭാഗ്യമല്ലേ, ഒരു ഭക്തിയോടു കൂടിയുള്ളൊരു ഇത്. എന്നാലും കാഞ്ഞിരമറ്റം അമ്പലത്തിലും മുതലിയാർമഠം അമ്പലത്തിലും രണ്ടിടത്തോട്ട് ഒരുമിച്ചാട്ടോ വരുന്നത് കൃഷ്ണൻ്റെ അമ്പലത്തിൻ്റെ അവിടെ നിന്ന്. എന്നിട്ട് 2 സെക്ഷനായിട്ട് ഒരു മുതലിയാർമഠം അമ്പലത്തിലോട്ട് പോകും, കാഞ്ഞിരമറ്റം അമ്പലത്തിലോട്ടുള്ളത് ശിവൻ്റെ അമ്പലത്തിലോട്ടും പോകും. എത്ര പേരാന്ന് നോക്കി ഒരേ ഇതൊക്കെ നിയന്ത്രിച്ച് കൊണ്ടുപോകണേ തന്നെ. കാരണം ഒരാൾ ഒരു ശൂലത്തിലല്ല, ഒരാൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാൽ അവർക്ക് വേദന എടുക്കുകയല്ലേ എന്നൊക്കെയുള്ള നമുക്കൊരു ഭയങ്കര ഒരിതല്ലേ. കാരണം അത് കാണുമ്പോൾ നമ്മൾ നമസ്കാരം ചൊല്ലിക്കൊണ്ട് നിൽക്കും. കാണുമ്പോൾ തന്നെ നമുക്ക് എന്താ പറഞ്ഞറിയിക്കാന്നറിയില്ല. ഉണ്ണിയുണ്ടോ അവിടെ ഇതൊക്കെ കണ്ട് ഇതെന്താണെന്നുള്ള അതിശയത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ചെണ്ടമേളമൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേനും പുള്ളിക്ക് ചെണ്ടമേള എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ വിളിച്ചുകൊണ്ട് ഓടിപ്പോട്ടോ. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും ആദ്യം ഒരു 2 കൊട്ടൊക്കെ കൊട്ടിട്ട് പുള്ളി അതിങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുന്നു. പിന്നെ ആനയൊക്കെ വരുന്നുണ്ടല്ലോ, ആനയൊക്കെ നോക്കി ഇങ്ങനെ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാണാനൊക്കെ. ഇപ്പോൾ എല്ലായിടത്തും ഉത്സവ സീസണല്ലേ, എല്ലാവരും ഇപ്പം ഉത്സവത്തിനൊക്കെ പോയി പെരുന്നാളിൻ്റെ ഉത്സവത്തിൻ്റെയൊക്കെ സീസണൊക്കെ അല്ലേ. എനിക്കൊക്കെ ആണെങ്കിലുണ്ടല്ലോ ഈ ഘോഷയാത്രയൊക്കെ കാണുക അതൊക്കെ ഭയങ്കര ഇഷ്ടം. അല്ലാതെ പോയി നമുക്ക് പരിപാടികളൊക്കെ കാണാനൊക്കെ പോയി ഉറക്കളക്കാനൊക്കെ നമുക്ക് പറ്റുന്ന സാഹചര്യമൊന്നുമില്ല. ഇങ്ങനെ ഘോഷയാത്രയൊക്കെ കാണാനും എതിരേൽപ്പൊക്കെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിന് ഉത്സവമൊക്കെ അപ്പം നേരത്തെ പറഞ്ഞു വെക്കും, ഇന്ന് കൊണ്ടുപോകണേ ഞങ്ങളെ കൊണ്ടുപോകാൻ. ആദ്യം നോട്ടീസ് കിട്ടാനാട്ടോ. നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളിങ്ങനെ നോക്കി വെക്കും ഇന്നെന്താ പ്രത്യേകത എന്നുള്ളത്. ആ ദിവസം നോക്കി കൊണ്ടുപോകാൻ പറയും. കണ്ടോ 2 ഗജവീരന്മാർ കാഞ്ഞിരമറ്റം ശിവൻ്റെ അമ്പലത്തിലോട്ടും മുതലിയാർമഠം വിഷ്ണുവിൻ്റെ അമ്പലത്തിലോട്ടുമുള്ള അവിടെ ശിവനും വിഷ്ണു ഉണ്ട് കേട്ടോ. മുതലിയാർമഠം അമ്പലത്തിൽ രുദ്രനും അങ്ങോട്ടുമുള്ള 2 ഗജവീരന്മാരാണ് പോകുന്നത് ഭഗവാനെ എഴുന്നള്ളിച്ചുകൊണ്ട്. എന്ത് രസമല്ലേ. എന്ത് ആന എവിടെ ഉത്സവത്തിന് ആന വരണ്ടോടി അല്ലെങ്കിൽ അപകടം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞാലും ഇതൊക്കെ കാണുമ്പോൾ ആൾക്കാർ മാറി നിൽക്കുകയല്ല. എല്ലാവരും ഇത് കാണുമ്പം ഭയങ്കര ഒരു നമ്മൾ ആദ്യമായിട്ട് കാണുന്ന പോലെയുള്ള പ്രതീതിയോട് കൂടി അവിടെ പോയി നിൽക്കുന്നു. എത്തിപ്പോൾ എന്തോരം ഇപ്പോൾ അപകടങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ. ഞാനും ഏറ്റവും ബന്ധുക്കൊണ്ട് കുഞ്ഞായും കൊണ്ടാണ് ഞാൻ സകല ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കേട്ടോ നിൽക്കുന്നത്. ഒരു ദിവസത്തേക്ക് ഒതുങ്ങി ഞങ്ങൾ നിൽക്കുന്നത്. പേടിയുണ്ട് ഇപ്പോൾ ഈ വാർത്തയ്ക്കകത്തൊക്കെ ഇങ്ങനെയൊക്കെ കാണുമ്പോഴും. അപ്പോൾ സത്യം പറഞ്ഞാൽ മനസ്സുകൊണ്ട് പേടിയുണ്ട്.
അങ്ങനെ ഞങ്ങൾ രാവിലത്തെ എതിരേൽപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ കാഞ്ഞിരപ്പറ്റ അമ്പലത്തിലോട്ട് പോവുക. കാരണം അത് കാഞ്ഞിരപ്പറ്റ ജംഗ്ഷനിൽ നിന്ന് കറങ്ങി അമ്പലത്തിൻ്റെ അവിടെ വരുമ്പോൾ ഒരു സമയമാക്കും. ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി. സത്യം പറഞ്ഞാൽ അവിടെ ചെന്നപ്പോഴത്തേനും അവിടെ എതിരേൽപ്പ് എത്തിയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഒരു വിധത്തിൽ പൊന്നുണ്ണിയും കൊണ്ട് ആൾക്കാരുടെ ഇടയ്ക്കൂടെ കയറി ഒരു വശത്ത് പോയി തണൽ നോക്കി. നല്ല വെയിലായിരുന്നു. തണൽ നോക്കി പൊന്നായിക്ക് കാണാവുന്ന രീതിയിൽ ഞാൻ നിന്നു. എന്നൊക്കെ എന്താളാന്ന് നോക്കിയാൽ കണ്ടോ. ഞാൻ പറഞ്ഞില്ലേ എന്തോരം അപകടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ ആന എന്ന് പറയുമ്പോൾ ആനയുടെ ഇടയ്ക്ക് ചെന്ന് നിൽക്കുക ഒരു പ്രത്യേക ഇഷ്ടമാണ് ആൾക്കാർക്ക്. അവിടെ നമ്മുടെ കാഞ്ഞിരപ്പറ്റ അമ്പലത്തിലേക്ക് സ്റ്റെപ്പ് കയറി കേട്ടോ പോകുന്നത്. അവൻ ആ സ്റ്റെപ്പ് കയറി പോകുന്നത് കാണുമ്പോഴത്തേക്ക് പ്രത്യേക രസമുണ്ടോ. കയറി പോകുന്നുണ്ടോ, മേളിൽ മുട്ടുമോ, നമുക്ക് മേളിൽ മുട്ടുമോ എന്നൊക്കെ ഉള്ളൊരിതാണ്. ഒരിതില്ലാതെ നല്ല ഇതിൽ കണ്ടോ കയറി പോകുന്നുണ്ടോ. എന്നാലും കണ്ട ആൾക്കാരൊക്കെ അടുത്ത് ചെന്നൊക്കെ നിൽക്കുന്നുണ്ടോ. സത്യം പറഞ്ഞ ദൈവമേ ഭഗവാനെ, എല്ലാവരും എവിടെ ചെന്നാലും എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടല്ലേ നിൽക്കുന്നത്. ഒന്നും വരുത്തരുതേ, ഒരു അപകടങ്ങളും ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എല്ലാവരും നിൽക്കുന്നത്. എന്നാലും ആരും മാറി നിൽക്കില്ല, എല്ലാവരും അടുത്തടുത്ത് പോയങ്ങ് നിൽക്കും. ഇനി ഇത് കഴിയുമ്പോഴത്തേനും വൈകിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് വൈകിട്ടും വരണം. പിന്നെ പൊന്നായി നല്ല വെയിലായിരുന്നു, നല്ല ചൂടായിരുന്നു, നല്ലപോലെ വിയർത്തൊഴുകാൻ തുടങ്ങിയായിരുന്നു. ഞങ്ങളൊരു കടയുടെയൊക്കെ അവിടെ പോയി തണലത്തെ പോയി നിന്നെന്ന് പറഞ്ഞാലും നല്ല വെയിലായിരുന്നു. പിന്നെ പറയാൻ വിട്ടു കേട്ടോ, ഇത് നമ്മുടെ ശിവനന്ദനാണ്. ഞങ്ങളൊരിക്കൽ വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ ഇവിടെ അടുത്തായിട്ടോ ഇവൻ്റെ വീട്. സജീവന് സ്കൂൾ ബസ് ഓടിക്കുന്നത്. അപ്പോൾ സ്കൂൾ ബസ്സിനാണ് ആ കൊച്ചു പോകുന്നത്. അങ്ങനെയാണ് ഞങ്ങളിങ്ങനെ ശിവനന്ദൻ ഇവിടെയാണ് എന്നുള്ളത് അറിഞ്ഞതും അവിടെ പോയി വീഡിയോ ചെയ്തതും ഒക്കെ. അപ്പം ഞങ്ങൾ അവിടെയൊക്കെ വന്നു. പിന്നെ പൊന്നുണ്ടെങ്കിൽ അറിയാമല്ലോ, കടയൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേനും എന്തെങ്കിലും മേടിക്കണം. അപ്പം ഞങ്ങൾ ചെറുതായിട്ടൊന്നൊക്കെ മേടിച്ചു. ഞങ്ങൾ ഇതായിട്ട് തിരിച്ച് ഇനിയിപ്പോൾ പോയി ഞങ്ങൾ പ്രസാദമൂട്ടൊക്കെ ഉണ്ടായിരുന്നു. പ്രസാദമൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വേണ്ട വീട്ടിൽ പോകുന്നു. വീട്ടിൽ പോയിട്ട് വേണം ഇനി വൈകുമ്പോഴത്തേനും വേണം വരേണ്ടത്. രാവിലത്തെ ട്രിപ്പ് കഴിഞ്ഞ് രണ്ടാം ട്രിപ്പ് ശിവരാത്രി മഹോത്സവം കൂടാനുള്ള പോക്കാം. ഞങ്ങൾക്ക് അവിടെ ചെന്നപ്പോൾ ഐസ്ക്രീമൊക്കെ തിന്നണമെന്ന് തോന്നി. അപ്പം ഞങ്ങൾ ചെണ്ടവേളമൊക്കെ കണ്ടുകൊണ്ട് ഐസ്ക്രീമൊക്കെ തിന്ന് ആദ്യം ഞങ്ങൾ ഐസ്ക്രീമേൽ പയ്യെ തുടക്കം ഇടും. കാരണം തൊട്ട് പുറകിലുണ്ട് കേട്ടോ വെച്ചുവാണിപ്പക്കടയൊക്കെ. അപ്പം അങ്ങോട്ടിങ്ങനെ ഇടയ്ക്കൊക്കെ നോക്കണുണ്ട്. പുള്ളിക്ക് അവിടെ സ്പൈഡർമാൻ്റെ പല സെക്ഷൻ അവിടെ കിടപ്പുണ്ട്. ആദ്യം ഒന്ന് പറഞ്ഞു സ്പൈഡർമാൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. എന്നാലും പയ്യെ നൈസായിട്ട് ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഒഴിവാക്കി കൊണ്ടുവന്നത്. എപ്പോഴാണ് പിടികൂടുന്നതെന്ന് അറിയത്തില്ല. ഞങ്ങൾക്ക് വേറൊന്നും വേണ്ട, സ്പൈഡർമാൻ മതി. ബ്ലൂവും റെഡും കൂടിയ കളറുള്ള എന്താണെങ്കിലും ഞങ്ങൾക്കതിഷ്ടം. ഐസ്ക്രീമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ചാള് പയ്യെ പോയി. ആദ്യം സ്പൈഡർമാനൊക്കെ പിടിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ ഇവിടെ വീട്ടിൽ നിറയെ ഇഷ്ടം പോലെ സ്പൈഡർമാൻ്റെ കളിപ്പാട്ടൊക്കെ ഉള്ളത് ഞാൻ കാണിച്ചു തന്നില്ലായിരുന്നു. പയ്യെ ഒരു ഇതൊക്കെ മേടിച്ചു. അവിടുന്ന് ഞങ്ങൾ വീണ്ടും മുതിരാർമട അമ്പലത്തിൽ ഞങ്ങൾ ആദ്യം പോയത്. അവിടുന്ന് ഞങ്ങൾ വീണ്ടും കാഞ്ഞിരമറ്റ മഹാദേവൻ്റെ അടുക്കൽ വന്നു. ഐശ്വര്യമുള്ള ശിവൻ്റെയും പാർവതിയുടെ ഒരു ഇതാട്ടോ ഏറ്റവും മേളിലിരിക്കുന്നത് ശിവൻ്റെയും പാർവതിയുടെ രൂപം. ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേനും ശ്രീകുഞ്ഞും അഭിലാഷും അച്ചുകുട്ടിയും സച്ചുകുട്ടനും എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി അവിടെ നിന്നു. കുറച്ച് നേരം അതിലേക്ക് നടന്നു, അമ്പലത്തിൽ കയറി തൊഴുതു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ശിവരാത്രി മഹോത്സവത്തിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.